എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ബഹ്ലൂല് അങ്ങാടിപ്പുറത്തേക്ക് വന്നു. പെട്ടെന്നാണ് ഒരാൾ കണ്ണിൽപ്പെട്ടത്. നിരത്തിൻ്റെ ഓരത്ത് മതിലിന് ചാരിയിരുന്ന് ഏങ്ങലടിക്കുന്ന ഒരാൾ. ബഹ്ലൂൽ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തു പറ്റി? അദ്ദേഹം പറഞ്ഞു, ഒന്നും പറയണ്ട, എന്നെ ഒരാൾ ചതിച്ചു. ആര്? അയാൾ കണ്ണു തുടച്ചുകൊണ്ട് തൻ്റെ അനുഭവം പറഞ്ഞു തുടങ്ങി. ബഗ്ദാദിലെ കച്ചവടത്തിന് വന്നതായിരുന്നു അയാൾ. കച്ചവടം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ബഗ്ദാദ് നഗരമൊന്ന് ചുറ്റിക്കാണണമെന്ന് അദ്ദേഹം ആശിച്ചു. കയ്യിലുണ്ടായിരുന്ന പണസഞ്ചി എവിടെയെങ്കിലും ഏൽപ്പിക്കാമെന്ന് കരുതി തൊട്ടടുത്ത അത്തർ കച്ചവടക്കാരൻ്റെ അടുക്കൽ ചെന്നിട്ട് അദ്ദേഹം കാര്യം പറഞ്ഞു. കാഴ്ചയിൽ മാന്യനായിരുന്നു അത്തർ കച്ചവടക്കാരൻ. അങ്ങനെ പണസഞ്ചിയൊക്കെ അത്തർ കച്ചവടക്കാരൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നാട് കറങ്ങാനിറങ്ങി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് കച്ചവടക്കാരൻ അത്തർ കച്ചവടക്കാരൻ്റെ അടുക്കൽ വന്നിട്ട് പണസഞ്ചി ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ താങ്കളെ അറിയുക പോലുമില്ല. കച്ചവടക്കാരൻ തളർന്നുപോയി. താൻ വഞ്ചിക്കപ്പെട്ടു എന്ന തിരിച്ചറിവും പണം നഷ്ടപ്പെട്ട സങ്കടവും ഒന്നിച്ചയാളെ റോഡരികിൽ പിടിച്ചിരുത്തി. ബഹ്ലൂൽ ഒരു നിമിഷം തലകുനിച്ച് മൗനത്തിലായി. പിന്നെ എന്തോ ആശയം തെളിഞ്ഞു വന്ന മട്ടിൽ തലകുനിക്കി. എന്നിട്ട് അദ്ദേഹം ബഹ്ലൂൽ ആ കച്ചവടക്കാരനോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, ഞാനിതിന് പരിഹാരമുണ്ടാക്കിത്തരാം. കച്ചവടക്കാരൻ്റെ മുഖം തെളിഞ്ഞു. അയാൾ ചോദ്യഭാവത്തിൽ ബഹ്ലൂലിൻ്റെ കണ്ണിലേക്ക് നോക്കി. അപ്പോൾ ബഹ്ലൂൽ പറഞ്ഞു, ഈ നാളെ ഉച്ചയ്ക്ക് മുമ്പായി ഞാൻ പറയുന്ന സമയത്ത് അത്തർ കടയിലെത്തണം. അവിടെ ഞാനും ഉണ്ടാകും. എന്നിട്ട് നീ നിന്റെ പണസഞ്ചി അയാളോട് മടക്കി ചോദിക്കണം. ഞാനും നീയും തമ്മിൽ പരസ്പരം അറിയുന്നതായി ഒരിക്കലും ഭാവിക്കരുത്. എല്ലാം നമുക്ക് ശരിയാക്കാം. ബഹ്ലൂൽ എന്നിട്ട് സ്ഥലം വിട്ടു. പിറ്റേന്ന് പറഞ്ഞ സമയത്തിൻ്റെ അല്പം മുമ്പ് തന്നെ ബഹ്ലൂൽ അത്തർ കടയിലെത്തി. കയ്യിലൊരു പണസഞ്ചിയും ഉണ്ടായിരുന്നു. കച്ചവടക്കാരനോട് അദ്ദേഹം സൗമ്യമായി പറഞ്ഞു, ഞാൻ മറ്റൊരു നഗരത്തിൽ നിന്ന് കച്ചവടത്തിന് വന്നതാണ്. എനിക്ക് ബഗ്ദാദ് ഒന്ന് ചുറ്റിക്കാണണം. എൻ്റെ ഈ സഞ്ചിയുമായി സഞ്ചരിക്കുന്നത് പ്രയാസമാണ്. അതിനാൽ ഇത് എവിടെയെങ്കിലും വെക്കണം. അതിനുവേണ്ടി ഞാൻ വിശ്വസ്തനായ ഒരാളെ അന്വേഷിക്കുകയാണ്. പലരും പറഞ്ഞു അതിന് പറ്റിയയാൾ താങ്കളാണെന്ന്. അതുകൊണ്ട് താങ്കൾ എൻ്റെ ഈ സഞ്ചി ദയവായി സൂക്ഷിക്കണമെന്ന് ബഹ്ലൂൽ അത്തർ കച്ചവടക്കാരനോട് പറഞ്ഞു. അത്തർ കച്ചവടക്കാരൻ്റെ മനസ്സും കണ്ണും ഒന്നിച്ചു തിളങ്ങി. വഞ്ചിക്കാൻ മറ്റൊരു ഇര കൂടി ലഭിച്ചല്ലോ എന്നുള്ള സന്തോഷത്തിലായിരുന്നു അദ്ദേഹം. അയാൾ പുഞ്ചിരിച്ചു. അത്തർ കച്ചവടക്കാരൻ പറഞ്ഞു, സന്തോഷം, ഇവിടെ തന്നേക്കൂ, എന്നിട്ട് ധൈര്യമായി ചുറ്റിക്കറങ്ങി വരൂ. കൃത്യസമയത്തു തന്നെ നേരത്തെ വഞ്ചിക്കപ്പെട്ട കച്ചവടക്കാരൻ വന്നു കയറി. അയാൾ നേരെ വന്ന്, ഞാൻ താങ്കളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച പണസഞ്ചി തരൂ എന്ന് ചോദിച്ചു. അത്തർ കച്ചവടക്കാരൻ വിഷമത്തിലായി. താങ്കളുടെ പണസഞ്ചി എൻ്റെ കൈവശം തന്നിട്ടില്ല, താങ്കളെ ഞാൻ അറിയുക പോലുമില്ല എന്നൊക്കെ പതിവ് പോലെ പറഞ്ഞാൽ ഈ പുതിയ ഇര നഷ്ടപ്പെട്ടു പോകുമെന്ന് അത്തർ കച്ചവടക്കാരൻ ചിന്തിച്ചു. അതോടെ അയാൾ ചിന്താനിമഗ്നനായി. ആ നേരം അയാൾ മനസ്സിൽ 2 സഞ്ചികളും, അതായത് ബഹ്ലൂൽ കൊണ്ടുവന്ന സഞ്ചിയും ആദ്യം കൊണ്ടുവന്ന സഞ്ചിയും മനസ്സിൽ തൂക്കി നോക്കി. ആദ്യത്തേതിനേക്കാൾ വലുതാണ് രണ്ടാമത്തെ ബഹ്ലൂൽ കൊണ്ടുവന്ന സഞ്ചി എന്ന് മനസ്സിലാക്കി. അത്തർ കച്ചവടക്കാരൻ പറഞ്ഞു, അതിനെന്താ, താങ്കളുടെ സഞ്ചി ഇപ്പോൾ തന്നെ തരാമല്ലോ. അയാൾ അകത്തു പോയി കച്ചവടക്കാരൻ്റെ പണസഞ്ചി എടുത്ത് അദ്ദേഹത്തിന് കൊടുത്തു. വൈകാതെ ബഹ്ലൂൽ തൻ്റെ സഞ്ചിയും ഒരു പുഞ്ചിരിയും അയാളെ ഏൽപ്പിച്ചു. പിന്നെ 2 പേരും അപരിചിതരെ പോലെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പുതിയ വിഭവം കിട്ടിയ സന്തോഷത്തിൽ അകത്തുപോയി സഞ്ചി തുറന്ന് നോക്കിയതും അയാൾ തല കുനിക്കുകയും ചെയ്തു. അതിൽ പണമുണ്ടായിരുന്നില്ല, മറ്റെന്തൊക്കെയോ ചപ്പും ചവറുമായിരുന്നു. അപ്പോഴാണ് അയാൾ ഓർത്തത്, രണ്ടാമത്തെയാൾ, അതായത് ബഹ്ലൂൽ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുമ്പോൾ ഈ സഞ്ചി എന്നാണ് പറഞ്ഞത്, പണസഞ്ചി എന്നല്ല. അതാണ് ബഹ്ലൂലിൻ്റെ രീതി.